ഹലോ, ഞാൻ വന്നു. ഞാൻ യദു. മയ്യാഞ്ചി മൊമെന്റ്സിലുള്ള പണ്ടത്തെ ഒരു മെമ്പറായിരുന്നു യദു. ഇപ്പൊ തിരുമ്പി വന്നിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നിടം വരെ വീഡിയോസിലുള്ളായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരുന്ന വീഡിയോ എല്ലാം നിങ്ങൾ കണ്ടു. ഞാൻ കമന്റ്സ് ഒക്കെ കാണുന്നുണ്ടായിരുന്നു. വീഡിയോസിന്റെ എല്ലാ കമന്റ്സും ഞാൻ കാണുന്നുണ്ടായിരുന്നു. കൊള്ളാം. നല്ല കമന്റ്സ് ആയിരുന്നു. എല്ലാവരും യദു തിരിച്ച് നടന്നു വരട്ടെ, യദുമോന് വേണ്ടി പ്രാർത്ഥിക്കാം, അങ്ങനെ 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 എല്ലാം നല്ല പോസിറ്റീവ് ഉണ്ട്. പിന്നെ കുറെ നെഗറ്റീവ് കമന്റും ഉണ്ടായിരുന്നു. എന്താ ഒരുത്തരം ഒരു നെഗറ്റീവ് കമന്റ് പറഞ്ഞല്ലോ. ആ ആ അവള് അവള് എന്ത് ഇച്ചിരി ഫെയിം ആയപ്പോ എന്നെ തഴഞ്ഞു അങ്ങനെ എന്തൊക്കെ പറഞ്ഞ കുറെ പേരുണ്ട്. അല്ലാണ്ട് എന്താ എഴജന്തു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഒരുത്തൻ അങ്ങനെ ഇഴജന്തു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കുറെ അമ്മമാർ എന്തൊക്കെ പറഞ്ഞു. അങ്ങനെ കുറെ കമന്റ് ഒക്കെ നമ്മളത് ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളയും നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി. അപ്പോൾ അങ്ങനെ കുറെ കമന്റ്സ് ഒക്കെ കണ്ടു. വളരെ സന്തോഷം. നമ്മൾ പോസിറ്റീവ് മാത്രം മാക്സിമം എടുക്കാൻ നോക്കുക, അല്ലാണ്ട് വേറെ നിവൃത്തിയൊന്നുമില്ല. നെഗറ്റീവ് മാത്രമാണ് കൂടുതൽ. എന്നാലും കുഴപ്പമില്ല. പിന്നെ കുറെ പേര് ചോദിച്ച കാര്യമാണ് ട്രെയിന്. എന്താണ് ട്രെയിനിന് പോയത്, ട്രെയിന് പോയപ്പോൾ എന്താ ഡിസബിലിറ്റി കോച്ചിന് പോകാഞ്ഞത്, അല്ലെങ്കിൽ കാറിന് എന്തുകൊണ്ട് പൊക്കൂടായിരുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മൾ ഇവിടുന്ന് 6 പേരെ പോയത്. എൻ്റെ ഫാമിലി, ജ്യോതിയാച്ചയുടെ ഫാമിലി, പിന്നെ എൻ്റെ ഒരു മാമന്, അങ്ങനെ 6 പേരെ പോയത്. അപ്പോൾ 6 പേർക്ക് കാറിൽ പോകുന്ന അത്ര പ്രാക്ടിക്കൽ അല്ല. നല്ല ലഗേജും ഉണ്ട്. ഇത്രയും പേരുടെ സാധനവും പിന്നെ അല്ലാണ്ട് നമുക്ക് അവിടെ കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ കുക്ക് ചെയ്യാനുള്ള അങ്ങനെ സാധനങ്ങളൊക്കെ ലഗേജ് ഒക്കെ ഉള്ളതുകൊണ്ട് കാറിൽ പോകുന്ന അത്ര പ്രാക്ടിക്കൽ അല്ലാത്തതുകൊണ്ട് നമ്മൾ ട്രെയിനിൽ പോയി. ട്രെയിനിൽ പോയപ്പോഴും എനിക്ക് അത്ര നല്ല ഇതല്ല. എനിക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഡിസബിലിറ്റി കോച്ച് ആണെന്നുണ്ടെങ്കിൽ വീൽ ചെയർ കയറുകയും ഇറങ്ങുകയും അങ്ങനെ എല്ലാം അങ്ങനെ വീൽ ചെയർ ഫ്രണ്ട്ലി ആയതുകൊണ്ട് ഡിസബിലിറ്റി കോച്ച് പോകാൻ സുഖമാണ്. പക്ഷെ എനിക്ക് ഡിസബിലിറ്റി കോച്ച് ഞാൻ ഇതുവരെ പോയിട്ടുമില്ല. ഞാൻ മറ്റേ സ്ലീപ്പറിലേ പോയിട്ടുള്ളൂ. ഡിസബിലിറ്റി കോച്ച് ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. ഇപ്പോൾ ഡിസബിലിറ്റി കോച്ച് പോകാൻ ഇനി ഒരാൾക്കെ എൻ്റെ കൂട്ടത്തിൽ ഒരാൾക്ക് കൂടെ അല്ലേ ട്രാവൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത്ര എനിക്ക് ഇതില്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ ഡിസബിലിറ്റി കോച്ച് കയറാതെ സ്ലീപ്പറിൽ പോയത്. പിന്നെ എന്നെ സീറ്റിലൊക്കെ എടുത്ത് കയറ്റുമായിരുന്നു. എന്ന് വെച്ചാൽ 2 പേര് കാലെ പിടിച്ചും കയ്യെ പിടിച്ചും ഇങ്ങനെ എടുത്തോണ്ട് സീറ്റെ കൊണ്ട് അങ്ങനെയൊക്കെയായിരുന്നു. അത് മാത്രമല്ല കാറിൽ പോകാത്തതിൻ്റെ മറ്റൊരു റീസൺ എന്താന്ന് പറഞ്ഞാൽ എനിക്ക് കുറെ കഴിയുമ്പോൾ കുണ്ടിക്ക് നല്ല സുഖമായിരിക്കും. അപ്പം അത് മാറണമെങ്കിൽ ഒന്ന് കിടക്കുകയൊക്കെ വേണം. അപ്പോൾ നമ്മൾ കാറിൽ കിടക്കാൻ പോസിബിൾ അല്ല അങ്ങനെ ഇങ്ങനെ ചരിഞ്ഞും ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഭയങ്കര പാടാണ്. ട്രെയിനിലാണെന്നുണ്ടെങ്കിൽ സ്ലീപ്പറിലാണ് കിടന്നു പോവുക. അപ്പം അതുകൊണ്ടൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ട്രെയിൻ ചൂസ് ചെയ്തത്. ട്രെയിനിൻ്റെ അകത്തിൽ ആണ് എനിക്ക് ട്രെയിനിൻ്റെ അകത്തായിരുന്നു കംഫർട്ട്. കാറിൽ പോകുന്നത് നമുക്ക് പോയിട്ട് പെട്ടെന്ന് വരാം എന്നൊക്കെയുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാറിന് പോയുമ്പോൾ ഓക്കെ. അതല്ല, പോയിട്ട് ആവശ്യം കഴിഞ്ഞ് പെട്ടെന്ന് വരിക എന്നുള്ള ഇതാണെന്നുണ്ടെങ്കിൽ കാറിന് പോകുന്നത്. ട്രെയിൻ അങ്ങനെ പോകുന്നതിനേക്കാളും നല്ലത് കാറിന്. അത് മാത്രമല്ല നമുക്ക് നമ്മുടെ ഫ്രീഡത്തിനനുസരിച്ച് നമുക്ക് എന്തെങ്കിലും കാറിന് പോകുന്നത് നല്ലത്. ശരിക്കും പറഞ്ഞാൽ CMCയിൽ ഇതിനു മുന്നേ പോയിട്ടുള്ളത് ഫിസിയോതെറാപ്പി, ഒക്യുപ്പേഷണൽ തെറാപ്പി ഇതിനൊക്കെ വേണ്ടിയായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇത്തവണ ഞാൻ പോയതെന്ന് പറഞ്ഞ ഒരു സർജറിക്ക് വേണ്ടിയായിരുന്നു. കമൻസിലൊക്കെ പറഞ്ഞു നിങ്ങളെല്ലാവരും നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹവും പ്രാർത്ഥനയൊക്കെ നിങ്ങളുടെ ഒരു അവരുടെ ഒരു സ്നേഹം. പക്ഷെ അതിനുവേണ്ടി നല്ല ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞല്ലേ, കുറെ പേര് പറഞ്ഞല്ലോ നടന്നു വരും എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ നടന്നു വരാനുള്ള സർജറി ഒന്നും അല്ലായിരുന്നു ഞാൻ ചെയ്തത്. ഇത് ടെൻഡൻ റിലീസ് എന്ന് പറഞ്ഞൊരു സർജറി ആയിരുന്നു. ഞാൻ പോകുന്നതിന് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ടെൻഡൻ റിലീസ് എന്ന് പറഞ്ഞൊരു സർജറിക്ക് വേണ്ടി പോയതായിരുന്നു. സർജറി ചെയ്തു. നമ്മൾ ആദ്യത്തെ ഒരാഴ്ച ഞാൻ റീഹാബിലായിരുന്നു. ഫിസിയോതെറാപ്പി ഒക്കെ ആയിട്ട് റീഹാബ് കഴിഞ്ഞ് പിന്നെ ഫിസിയോതെറാപ്പിക്കൊന്നും പോയില്ല, റീഹാബിലായിരുന്നു. പിന്നെ അവിടുന്ന് നേരെ മെയിൻ CMC എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓൾഡ് CMCയിലോട്ട് മാറ്റിയിട്ട് എൻ്റെ പിറ്റേ ദിവസം തന്നെ സർജറി ചെയ്തു. ടോട്ടല് 8 സർജറി ആയിരുന്നു. കാലിൻ്റെ ആംഗിള്, പിന്നെ ഈ മുട്ടിൻ്റെ നീയുടെ അവിടെ, പിന്നെ തൊടയുടെ അവിടെയൊക്കെ ആയിട്ട് ടോട്ടൽ 8 സർജറി ആയിരുന്നു മൊത്തത്തിൽ. അതിൽ 7 എണ്ണം സക്സസ് ആയിരുന്നു.
ഒരെണ്ണം ഭയങ്കര നാശമായി, കോശമായി, നശിച്ചു പോയി. എന്താ വെച്ചാൽ ആദ്യത്തെ 2 ദിവസം കുഴപ്പമൊന്നുമില്ലായിരുന്നു. ബാക്കി 7 എണ്ണം ഇങ്ങനെ റെഡിയായി വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഈ തൊടയുടെ അവിടുത്തെ സർജറി ചെയ്ത ഒരെണ്ണം ചെറിയൊരു ഇൻഫെക്ഷൻ ആയിട്ട് ഭയങ്കരമായിട്ട് ബ്ലഡൊക്കെ പോയി, കുറേ ദിവസം പനിയൊക്കെ അടിച്ച് മൊത്തത്തിൽ ഇൻഫെക്ഷൻ ആയിട്ട് ഭയങ്കര നാശമായിട്ട് കുറേ ദിവസം പെട്ടുപോയി. ടോട്ടൽ നമുക്ക് അവിടെ ശരിക്കും നിൽക്കേണ്ട എന്ന് പറഞ്ഞാൽ 10-15 ദിവസം മാക്സിമം, 15 ദിവസത്തെ പരിപാടി ഉള്ളായിരുന്നു അവിടെ. നമ്മളുടെ ഈ ഇൻഫെക്ഷൻ ആയതുകൊണ്ട് ഞാനിപ്പോൾ 1.5 മാസം അവിടെ നിൽക്കേണ്ട അവസ്ഥ വന്നത്. അങ്ങനെ മൊത്തം ഇൻഫെക്ഷനായി. അതൊക്കെ കൊണ്ടാണ് ഞാൻ വരാൻ ലേറ്റ് ആയത്. അപ്പോൾ ഇത് ചെയ്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ, ഈ സർജറി എന്തിനാ ചെയ്തതെന്ന് പറഞ്ഞാൽ, എനിക്ക് സ്പാസം ഭയങ്കര കൂടുതലാണ്. സ്പാസം എന്ന് പറഞ്ഞാൽ ഈ കാല് കിടന്ന് അടിക്കുകയും കാല് കിടന്ന് വിറയ്ക്കുകയും, അതുപോലെ എന്തെങ്കിലും ആക്ടിവിറ്റി, ഇപ്പം ഞാൻ ബെഡിൽ നിന്ന് വീൽ ചെയറിലോട്ട് കയറുമ്പോൾ കാല് കിടന്ന് വിറയ്ക്കുന്നതും, അല്ലെങ്കിൽ കാല് കൊണ്ട് നമുക്കുണ്ടാകുന്ന കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. കാലിൻ്റെ വിറയലും, കാല് നമ്മൾ കൺട്രോൾ അല്ലാണ്ട് ഓരോന്ന് തന്നെത്താനെ തോന്നിവാസം കാണിക്കുന്നതിൻ്റെയുള്ള പ്രശ്നങ്ങൾ കാരണം നമുക്ക് ഓരോ ആക്സിഡന്റ് സംഭവിക്കാതിരിക്കാനായിട്ട് ചെയ്യാൻ അങ്ങനെ ഒരു സർജറിയാണ് ടെൻഡൻ റിലീസ്. അപ്പം ടെൻഡൻ റിലീസ് ആ സർജറി ചെയ്തതിൻ്റെതായിട്ടുള്ള ഒരു ബെനിഫിറ്റും എനിക്ക് കിട്ടിയിട്ടില്ല. അത് വേറൊരു കാര്യം. അത് ഓരോരുത്തരുടെ ബേസ് ചെയ്തായിരിക്കും. അത് എനിക്കത്ര അഫക്റ്റ് ആയിട്ടില്ല. അപ്പോൾ ഓരോരുത്തരുടെ ഇതായിട്ടായിരിക്കും. ഞാൻ പിന്നെ ബാക്കിയെല്ലാം വേറൊരു വീഡിയോ എടുത്ത് പറയാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ അതിനു വേണ്ടിയൊക്കെയാണ് ഞാൻ പോയത് ആക്ച്വലി. അപ്പോൾ ഒരെണ്ണം അങ്ങനെ ഇൻഫെക്ഷൻ ആയതുകൊണ്ടാണ് ഞാൻ വരാൻ ലേറ്റ് ആയത്. അത് ഇപ്പോൾ ആ വൂണ്ട് ഓപ്പൺ ആണ്. വൂണ്ട് ഞാനിവിടെ വന്ന് ഡെയിലി ക്ലീൻ ചെയ്ത്, അതെങ്ങനെ പോയാലും ഇനി 1 മാസം എടുക്കും അത് ആ മുറിവ് കരിയാനായിട്ട്. ആ മുറിവ് കരിഞ്ഞാലേ എനിക്ക് എന്തിലൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ ഞാൻ ഡെയിലി ഡ്രസ്സിങ് ഒക്കെ ചെയ്ത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, ഞാൻ ഇതിനു മുന്നേ കത്തീറ്റർ ഒന്നും യൂസ് ചെയ്തുകൊണ്ടല്ല നടന്നത്. ഇപ്പം ട്യൂബൊക്കെ ഇട്ടുണ്ടോ നടക്കുന്നത്. ഒരു ട്യൂബൊക്കെ തൂക്കിയിട്ടുണ്ട്. അതിൻ്റെ ആയിട്ടുള്ള കംഫർട്ടല്ല ഞാൻ ടോട്ടലി പറഞ്ഞാൽ ഭയങ്കര ഡിസ്കംഫർട്ടായിട്ടാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. വീടിന് വെളിയിൽ ഇറങ്ങാൻ പറ്റിയൊരു സിറ്റുവേഷൻ അല്ല. വീഡിയോസൊക്കെ എടുക്കണമെന്നുണ്ട്. വീഡിയോസൊക്കെ എന്തായാലും എടുക്കാതിരിക്കത്തില്ല. ബിക്കോസ് നമ്മുടെ വരുമാന മാർഗമാണ് ഇത്. എന്തായാലും എടുക്കും. പിന്നെ ഞങ്ങൾക്ക് അവാർഡ് കിട്ടിയത്, ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു. ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നിങ്ങളില്ലായിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അവാർഡ് എന്തായാലും കിട്ടത്തില്ല. പിന്നെ അവാർഡ് കിട്ടിയതിനോടെ ജ്യോതിക ചേച്ചിക്ക് കഴിക്കാൻ കിട്ടിയില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമൊക്കെ ആയിരുന്നു. പക്ഷെ എന്തായാലും താങ്ക് യു. അങ്ങനൊരു അവാർഡ് നമുക്ക് ഇത്രയും ചുരുങ്ങിയ ഒരു കാലയളവിൽ ഇങ്ങനൊരു അച്ചീവ്മെന്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഭവം തന്നെയാണ്. തിന്നാൻ കിട്ടുമോ കിട്ടാതിരിക്കും എന്തിനാട്ടെ, പക്ഷെ അതൊരു ബിഗ് അച്ചീവ്മെന്റ് തന്നെയാണ്. അത് ഞാൻ ചെന്നൈ കിടക്കുന്ന ഞാൻ ഈ അവാർഡിന് വേണ്ടി എനിക്കിവിടെ വരാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ടാ. മാത്രമല്ല അവള് പറഞ്ഞായിരുന്നു അവരോട്, ഇന്നപോലെ ഞാനില്ല, അപ്പോൾ അവൾക്ക് വരാൻ പറ്റുമോ അങ്ങനെ അവള് പറഞ്ഞായിരുന്നു. പക്ഷെ അവാർഡല്ലേ, നമ്മൾ എന്തിനാ കളയുന്നത്, ഏതാ അങ്ങനെയൊക്കെ ഉണ്ട്. ഇതെങ്ങോട്ടാ അല്ല, ഇത്ര ദിവസം എന്നെ കണ്ടിട്ടില്ലാരും അടുത്ത് കാണാം, അതുകൊണ്ട് ഞാൻ മാറി നിന്നതാ. ഇത് കൃഷ്ണ തിരിച്ചു വന്നത്. ഞങ്ങള് വീഡിയോ ചെയ്യാഞ്ഞത് അവൻ അവിടെ ആയിരുന്നിട്ടാന്ന് പകുതി നമ്മുടെ വീഡിയോസ് മൊത്തത്തിൽ കാണുന്നവർക്കൊക്കെ അറിയാം. പിന്നെ എല്ലാരും പറയുന്ന പോലെ തന്നെ ഇവനെ തല്ലിക്കൊന്ന് തിന്നിട്ടൊന്നുമില്ല. ഞാൻ അവനെ മറന്നു. പെൺപിള്ളേരൊക്കെ ഇങ്ങനെ തന്നെ എല്ലാരും ഇട്ടിട്ട് പോകും. ഞാൻ ഇതിലൊരു ചെറിയ തിരുത്ത് വരുത്താൻ ഞാൻ എല്ലാ കമന്റ്സും ഒന്നും വായിക്കാറില്ല. ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള ഭൂരിഭാഗം കമന്റ്സ് എനിക്കൊന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള അല്ല കുറച്ചൊക്കെ കമന്റ്സ് വായിച്ചു. എനിക്ക് റേഞ്ച് ഇല്ല അവിടെ. ഇപ്പൊ കമന്റ്സ് നോക്കാറുണ്ടല്ല. എന്റെ ദൈവമേ, അവൻ പണ്ട് കമന്റ്സ് കുറവാന്ന് നോക്കണം, ഇപ്പഴും കമന്റ്സ് കുറവാ. കമന്റ്സ് കൂടുതൽ റിപ്ലൈ തരുന്നത് എടുക്കുന്നൊക്കെ ഞാൻ തന്നെ. എനിക്ക് എഡിറ്റിങ്, വീഡിയോ ഷൂട്ട് ചെയ്യുന്നു, അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ ഗൈസ്? ഞാൻ ഇവിടുന്ന് പോയപ്പോ ജ്യോതിക യൂട്യൂബ് ചാനല് ഭയങ്കര അടിപൊളിയായിട്ട് നടത്തി.
ജ്യോതികയുടെ ഷോർട്സ് ഒക്കെ കാണാൻ വളരെ നല്ലതാണെന്ന് എല്ലാരും പറഞ്ഞു. പ്രസന്റേഷൻ ഒക്കെ അടിപൊളിയാണ്. എനിക്കും ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പല്ലിലെ കമ്പിയെ പറ്റി 2 വാക്ക്. അത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഞാനത് മിക്കവാറും അത് പൊളിക്കും. ഞാന് അത് അതിടേണ്ട ഒരു ആവശ്യമില്ലെന്ന് ആ പല്ല് കമ്പിട്ട് വീടിടത്തിലും പലരും പറയുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ പോയത്. പിന്നെ എനിക്ക് കുറെ നെഗറ്റീവ് പ്രശ്നങ്ങൾ, എനിക്ക് ഈ സർജറി കാരണം കുറെ നെഗറ്റീവ്സ് ഉണ്ട്. ഈ സർജറിയെ പറ്റിയും ഇതിനെ പറ്റിയും കുറെ വിവരങ്ങള് അറിയേണ്ട ഒരു ഇഷ്ടം പോലെ പേരുണ്ട്. കാരണം സർജറി ചെയ്യാൻ പോയപ്പോ തൊട്ട് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും കുറെ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, കമന്റ് ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ ഞാനായിരുന്നു മിക്കവാറും റിപ്ലൈ കൊടുക്കുന്നത്, വിളിച്ച് സംസാരിക്കുന്നതൊക്കെ. കാര്യം കുറെ പേര് അറിയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് വിവരം കിട്ടിയാലും അത് ഹെൽപ്പ് ആകുന്ന കുറെ പേരുണ്ട്. അതെന്തായാലും ഞാൻ എന്തായാലും ഈ വൂണ്ടൊക്കെ ഒന്ന് കരിഞ്ഞ് ഇത് എനിക്ക് എത്രത്തോളം ഹെൽപ്പായി. ഓൾറെഡി എനിക്ക് അവിടെ വൂണ്ട് ഹീൽ ആവാനുള്ളതുകൊണ്ട് ഈ വൂണ്ട് ഉള്ളത് കൊണ്ടും സ്പാസം നിൽക്കാം. അപ്പൊ നമുക്ക് ടോട്ടലി നമുക്ക് ഇത് മൊത്തത്തിൽ മാറി എന്നൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പൊ ഈ വൂണ്ട് ഒന്ന് കരിഞ്ഞ് എന്റെ കംപ്ലീറ്റ് ഞാനൊന്ന് റിക്കവറി ആയിട്ട് ഞാൻ ഈ സർജറി ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയാം. ഞാൻ സർജറിയെ പറ്റി എല്ലാം പറഞ്ഞു. എന്തായാലും സ്പൈനൽ കോഡ് ഇഞ്ചറി പറ്റിയ കുറെ ആൾക്കാരുണ്ട് നമ്മുടെ സൊസൈറ്റി, കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആവുന്നെങ്കിൽ ആവട്ടെ. അത് മാത്രല്ല, ഇപ്പം ഇല്ലാഞ്ഞിട്ടും എന്നെ മാത്രം കണ്ടുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന കുറെ പേരുണ്ടായിരുന്നല്ലോ. അവർക്ക് ഭയങ്കര നല്ലൊരു താങ്ക്സ് പറയണം. കാര്യം അവരെന്നെ മടുക്കത്തില്ല. ഞാനില്ലാതെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു വീഡിയോസ്. അങ്ങനല്ല, എന്നാലും കുറെ പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം ഇവൻ പോകുന്ന ആ ഒരു സമയത്ത് ഞാനിങ്ങനെ പറഞ്ഞ കുഞ്ഞിനെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. കാര്യം എനിക്ക് ഇതിനകത്ത് ABCD അറിയത്തില്ല. പക്ഷെ അതിനകത്തെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട് എന്തുവാണെന്നുള്ളതും അതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാം മനസ്സിലായോ? പഠിച്ചു. പക്ഷേ ഞാൻ എൻജോയ് ചെയ്തായിരുന്നു. കാര്യം ആ വ്ലോഗ് ഉള്ളത് കൊണ്ടാണ് കുറച്ചൊക്കെ ഞാൻ എന്റെ ടൈം, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇവനും കൂടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഭയങ്കര വേറെ സ്റ്റേജിലോട്ട് പോയത്. പക്ഷെ അതുകൊണ്ട് കുറച്ചുകൂടെ അല്ല, എനിക്ക് സത്യം പറഞ്ഞ അവിടെ മിസ് ചെയ്തു. അവിടെ മെയിൻ പ്രശ്നം എന്താന്ന് പറഞ്ഞാ, അവിടെ ഇപ്പൊ ഇവളെ വിളിച്ചാൽ പോലും റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് 10 മിനിറ്റ് പോലും ശരിക്കും സംസാരിക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ സാധാ കോളൊക്കെ ചെയ്യുക, അങ്ങനെ ഇവന്റെ കാര്യങ്ങളും എല്ലാരും തിരക്കുമ്പോഴും ഞാനൊന്നും പറയാം. ഞാൻ തന്നെ ഇങ്ങനെ പറയുമ്പോഴത്തേന് പകുതി പേര് ചിന്തിക്കത്തില്ല ഞാനിങ്ങനെ വെച്ചിട്ട് കണ്ടന്റ് ഉണ്ടാക്കുവാന്ന്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വിവരങ്ങളൊന്നും പറയാഞ്ഞത്. അവൻ തന്നെ വന്നിട്ട് അവന്റെ കാര്യങ്ങൾ പറയട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ പറയാഞ്ഞത്. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഞാൻ എന്തായാലും കംപ്ലീറ്റ് എന്റെ വൂണ്ടൊക്കെ പിന്നെയും തിരിച്ചെത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പം 2 വേറെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ പഴയതുപോലെ തന്നെ പഴയതിനെക്കാട്ടും ഭംഗിയായിട്ട് വരുന്നതായിരിക്കും. ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്യുന്നതിനെക്കാട്ടും നന്നായിട്ട് ഇച്ചിരി കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ വീഡിയോസ് ഒക്കെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. എന്നിട്ട് പകുതി വരെ കണ്ടിട്ട് ഈയിടെ മറ്റേ ഇവനെ കൊണ്ടുവരുന്ന വീഡിയോക്കകത്ത് പറയുന്നടാ കമന്റ് ചെയ്തേക്കെന്ന്, ആ ചെറുക്കൻ എന്തിയേ, അവനുമായിട്ടുള്ള വീഡിയോ ഒന്നും ഇല്ലേ, നിന്നെ തിരിച്ചു കൊണ്ടുവരുന്ന ആ വീഡിയോ മൊത്തത്തിൽ കണ്ടാൽ മനസ്സിലാകും അവന്റെ അവസാനം അവനെ കാണാനാ പോകുന്നത്. അതുപോലെ കണ്ടിട്ടില്ല. അപ്പം അങ്ങനെ കമന്റ് ചെയ്യുന്നവരും ഒക്കെ എല്ലാവർക്കും അറിയാവല്ലോ. അതുകൊണ്ട് എല്ലാവരും മൊത്തം വീഡിയോ കാണുക. മുഴുവൻ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ മനസ്സിലാകത്തുള്ളൂ. അത്രയൊക്കെ ഉള്ളു ഗൈസ്. അപ്പം നമ്മുടെ വീഡിയോസ് എല്ലാവരിലും എത്താൻ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതെല്ലാം ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ടാറ്റ.